കുറ്റം സംബന്ധിച്ച അനീഷയെയും ഭവിനെയും ഞായറാഴ്ച രാത്രി വീടുകളിലെത്തി നടത്തിയ തെളിവെടുപ്പിന് ശേഷമാണ് കൂടുതൽ ശാസ്ത്രീയ പരിശോധനകളിലേക്ക് അന്വേഷണ സംഘം കടന്നത്. കൊലപ്പെടുത്തിയ 2 കുട്ടികളുടെയും അസ്ഥികളുടെ അവശിഷ്ടങ്ങൾ ലഭിച്ചെങ്കിലും കുഞ്ഞുങ്ങളെ മറവ് ചെയ്ത സ്ഥലത്ത് കുഴി വീണ്ടും തുറന്ന് പരിശോധിക്കാൻ ഇതിന്റെ ഭാഗമായാണ് തീരുമാനിച്ചത്. പ്രതികൾ കാട്ടിക്കൊടുത്ത 2 സ്ഥലങ്ങളിലും ഇന്നലെ കനത്ത സുരക്ഷയൊരുക്കി പരിശോധനകൾ നടത്തിയിരുന്നു. തുടർന്ന് ഇരിങ്ങാലക്കുട RDOയുടെ സാന്നിധ്യത്തിൽ രാവിലെ അനീഷയുടെ വീട്ടിലെത്തിയ ഉദ്യോഗസ്ഥർ ഫോറൻസിക് വിദഗ്ധൻ ഡോക്ടർ KS ഉമേഷിന്റെ നേതൃത്വത്തിലാണ് പരിശോധനകൾ നടത്തിയത്. 4 വർഷം മുൻപ് ആദ്യം കൊലപ്പെടുത്തിയ കുട്ടിയുടെ ചില അസ്ഥികൾ കൂടി പരിശോധനയിൽ കണ്ടെത്തി. 2 കുട്ടികളെയും മാതാപിതാക്കൾ ചേർന്ന് കൊലപ്പെടുത്തിയതാണെന്ന് പോലീസ് ഉറപ്പിക്കുന്നുണ്ടെങ്കിലും മരണകാരണം ശാസ്ത്രീയ പരിശോധനകളിൽ തെളിയിക്കാൻ ആകില്ലെന്നത് അന്വേഷണ സംഘത്തിന് മുന്നിലെ വെല്ലുവിളിയാണ്. അതിനാൽ സാഹചര്യ തെളിവുകളും ഡിജിറ്റൽ തെളിവുകളും CDR വിവരങ്ങളും മുഖ്യ തെളിവുകളാക്കി കേസിൽ തുമ്പുണ്ടാക്കാനാണ് അന്വേഷണ സംഘം ശ്രമിക്കുന്നത്. ഇന്നലെ നടത്തിയ തെളിവെടുപ്പിൽ കുട്ടികളെ പ്രസവിച്ചതും പൊക്കിൾക്കൊടികൾ മുറിച്ചു മാറ്റിയതും യൂട്യൂബിന്റെ കൂടി സഹായത്തോടുകൂടിയാണെന്ന് അനീഷ പോലീസിന് മൊഴി നൽകിയിരുന്നു. ലാബ് ടെക്നീഷ്യൻ കോഴ്സ് പഠിച്ചപ്പോൾ ലഭിച്ച അറിവുകളും അനീഷയ്ക്ക് ഇക്കാര്യത്തിൽ സഹായമായി. 2 തവണ ഗർഭിണിയായപ്പോഴും ഗർഭാവസ്ഥ മറ്റുള്ളവരിൽ നിന്നും മറച്ചുപിടിക്കാൻ അയഞ്ഞ വസ്ത്രങ്ങളാണ് യുവതി ധരിച്ചിരുന്നത്. ഭവിനോടുകൂടി കാര്യങ്ങൾ ചർച്ച ചെയ്ത ശേഷമാണ് കൊലപാതകങ്ങൾ നടത്തിയത്. കുട്ടികളെ കൊലപ്പെടുത്തുന്നതിന് മുൻപായി ചിത്രങ്ങളും ദൃശ്യങ്ങളും ഫോണിൽ ചിത്രീകരിച്ചിരുന്നതായും യുവതി മൊഴി നൽകിയിട്ടുണ്ട്. ഭവിൻ നശിപ്പിച്ച മൊബൈൽ ഫോണും ഇരുവരും തമ്മിലുള്ള സംഭാഷണങ്ങളും വീണ്ടെടുക്കാനുള്ള നീക്കവും അന്വേഷണ സംഘം നടത്തുന്നുണ്ട്. കേസിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതികൾക്കെതിരെ BNS JJ ആക്ടുകൾ പ്രകാരം 7 വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. കുറ്റകൃത്യത്തിൽ മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യവും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. തെളിവെടുപ്പും ചോദ്യം ചെയ്യലും പൂർത്തീകരിച്ചതിനു ശേഷം ഇന്ന് വൈകിട്ടോടെ പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. സീ മലയാളം ന്യൂസ്, തൃശൂർ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.